മലബാർ ടൂറിസം കൌൺസിലിന്റെ സഹകരണത്തോടെ ഗുജറാത്ത് ടൂറിസം വകുപ്പ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു. ഗുജറാത്തിലെ വിനോദസഞ്ചാര മേഖലകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. ഹോട്ടൽ നെക്സ്റ്റ് കസബ ഇന്നിലായിരുന്നു ഗുജറാത്തിലെ വിനോദസഞ്ചാര മേഖലകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗുജറാത്ത് ടൂറിസം വകുപ്പ് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചത്. മലബാർ ടൂറിസം കൌൺസിലിന്റെ സഹകരണത്തോടെ നടത്തിയ സെമിനാർ ക്യാപ്റ്റൻ വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കോഴിക്കോട് ചരിത്ര സ്മാരകങ്ങളായ വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വിഷ്കാൻപള്ളിയും തറീറ്റപ്പുകളും ഒക്കെ തന്നെയുള്ള പള്ളിയത്. പക്ഷെ ധാരാളം ചരിത്രം തുടങ്ങുന്ന കച്ചവടത്തിന്റെ ആയിരക്കണക്കോളം വർഷത്തെ പഴക്കമുള്ള സൗദി അറേബ്യൻ നാടുകളുമായുള്ള കച്ചവടത്തിന്റെയും സിറ്റി ഓഫ് ട്രൂത്ത്സ്, ഇതിനുള്ള നമ്മുടെ സിറ്റി ഓഫ് സ്പൈസസ്, ഇതിനൊക്കെ നമുക്ക് ധാരാളം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഗുജറാത്തികളുമായിട്ടുള്ള ട്രേഡ് ബന്ധം വളരെയധികം ഭംഗിയായിരിക്കുന്ന വളരെ വർഷങ്ങളുമായിട്ടുള്ള ചരിത്ര കോഴിക്കോട് നമ്മുടെ ജയന്തുമായിട്ടുള്ള പലരും ഗുജറാത്തികളും കോഴിക്കോടുകാരായി മാറിയവരുണ്ട്. അപ്പൊ നമ്മള് ഗുജറാത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതേപോലെ തന്നെ ഗുജറാത്തിൽ കേരളത്തെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൂറിസത്തിന് വേണ്ടിയുള്ള ആർ ജയന്തകുമാർ മുഖ്യാതിഥിയായി. ഗുജറാത്ത് ടൂറിസ്റ്റ് ഓഫീസർ അജിത് കുമാർ ശർമ്മ മോഡറേറ്ററായിരുന്നു. ഗുജറാത്തിലെ വിവിധ സ്ഥലങ്ങൾ വിവരിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. Dear Diary, I've been to a wonderful place. I've always thought ancient and modern are opposites. മലബാർ ടൂറിസം കൌൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ, സെക്രട്ടറി രജീഷ് രാഘവൻ, കാലിക്കറ്റ് ചേംബർ ടൂറിസം കമ്മിറ്റി ചെയർമാൻ TPM ഹാഷിർ അലി, ബോറ കമ്മ്യൂണിറ്റി പ്രതിനിധി സിറാജ് കപാസി തുടങ്ങിയവർ സംബന്ധിച്ചു. 60ഓളം ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ മീറ്റിലും സെമിനാറിലുമായി പങ്കെടുത്തു. ട്രാവൽ ഏജൻസികളും ടൂർ ഓപ്പറേറ്റർമാരും ഒരുമിച്ച് നിന്നാൽ ടൂറിസം മേഖലയിൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് മലബാർ ടൂറിസം കൌൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ISM സംസ്ഥാന സമ്മേളനം ഡിസംബർ 30-31 തീയതികളിൽ എറണാകുളം